അഭിലാഷേ, രാവിലെ 6 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അതിനപ്പുറത്ത് ശരിക്കും പേടിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു. മൃഗങ്ങൾ ഓരിയിടുന്നു, ആ വിധത്തിൽ പറക്കുന്ന കിളികൾ, ആ വിധത്തിൽ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 9 മണിയോടുകൂടി അന്തരീക്ഷം ഏറെക്കുറെ തെളിയുന്ന അവസ്ഥ വന്നു പെട്ടെന്ന്. പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുള്ളിക്കൊരു കൂടം കണക്കെ മഴ ആഞ്ഞു പെയ്യുന്നു, ചീറിയടിച്ച് വീശുന്ന കാറ്റ് എന്തിനേയും പറത്തിക്കൊണ്ടു പോകുന്ന വിധത്തിൽ. പക്ഷെ ഉച്ചവരെ പോകുന്നതിനിടയിലാണ് ഒരു 11:30യോടുകൂടി ഈ വലിയ നീളക്കൈയുള്ള ഒരു കുമ്പിളിൽ വലിയൊരളവ് മണ്ണ് കോരിയെടുക്കാൻ പാകത്തിനുള്ള നീളൻ മണ്ണുമാന്തി യന്ത്രം വന്നത്. അതിനുശേഷം പക്ഷേ അവിടെ നദിയോരത്ത് രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലിന് വലിയൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു. ചെറിയ JCBകൾ, ചെറിയ മണ്ണുമാന്തികൾക്ക് അപ്പുറത്ത് നിന്ന് നദിയുടെ ആഴത്തിലേക്ക്, അതുവരെ നമ്മൾ കണ്ടുന്നത് ഒരു 3 മീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 5 മീറ്റർ അപ്പുറത്ത് മാത്രം മണ്ണ് കോരിയെടുക്കാവുന്ന, 6 അടിക്കോ 10 അടിക്കോ അപ്പുറത്തേക്ക് മണ്ണ് കോരിയെടുക്കാൻ മാത്രം കഴിയുന്ന കുഞ്ഞു മണ്ണുമാന്തികളായിരുന്നുവെങ്കിൽ ഈ ഭീമൻ മണ്ണുമാന്തി വന്നതോടുകൂടി തീരത്തിന് അപ്പുറത്ത് നാഷണൽ ഹൈവേയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നദിയുടെ തീരത്തിന് താഴെ ചെന്ന് കിടക്കുന്ന മണ്ണടക്കം കോരിയെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതിന് ഒപ്പമാണ് നേവി ഇന്ന് ഇമേജ് വിട്ടത്. ആ ദൃശ്യങ്ങളെല്ലാം ചേർന്നതിന് ശേഷം വൈകിട്ട് തിരച്ചിൽ കാലാവസ്ഥ അസാധ്യമാക്കി കളഞ്ഞുവെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട്. അതിവേഗത്തിൽ കൂടുതൽ മണ്ണുമാന്തികൾ എത്തിച്ചു, മണ്ണ് കോരി നീക്കുന്നു. ആ നിർദ്ദിഷ്ട പോയിന്റിലേക്ക് കടന്നു ചെല്ലാൻ വളരെ വേഗം കഴിയും എന്നുള്ള പ്രതീക്ഷ ഈ രാത്രി ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാളെ 10ാമത്തെ നാളിൽ 10ാം ഉദയം എന്ന് വേണമെങ്കിൽ പറയാവുമ്പോൾ, നാളെ 10ാം നാളിൽ ഉറക്കുമ്പോൾ ഒരു കാര്യം അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടുന്നത്, ഇത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 90 ഡിഗ്രി നേരെ ചെത്തിയെടുത്ത് പണിത ഒരു പാത. അത് ഇപ്പോൾ ഇവിടെയുണ്ടായത് നാളെ നമുക്ക് മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ് എന്ന് ഓരോ നിമിഷവും പ്രകൃതി പഠിപ്പിച്ച ദിവസങ്ങളാണ്. തീർച്ചയായും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അനുഭവ പാഠങ്ങൾ ഈ ദുരന്തം നമുക്ക് മുന്നിൽ. ഒറ്റ കാര്യം എനിക്ക് അറിയാനുള്ളത് ഇപ്പൊ പല ആളുകളും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ വികാരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പുഴയിലാണെന്ന് സ്ഥിരീകരിച്ചേനെ കർണാടക തുടങ്ങിയ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ടാണല്ലോ വലിയ സന്നാഹങ്ങളും കൂടുതൽ അത്യാധുനിക ഉപകരണങ്ങളും ഒക്കെ വരുന്നത്. ഈ പറഞ്ഞ ബൂം ഇന്നാണല്ലോ എത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേവിയുടെ ഒരു ഇൻപുട്ട് വരുന്നത് ഇന്നാണല്ലോ. അപ്പോൾ ശരിക്കും അവിടെ കരയിലല്ല, ഈ പറഞ്ഞ നദിയിലാണ് തെരച്ചിലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലീഡിലേക്ക് 2 ദിവസമോ 3 ദിവസമോ മുമ്പ് എത്താൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? അല്പസമയം മുമ്പ് SP-യുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് വളരെ വൈകാരികമായി പറഞ്ഞത്. നിങ്ങൾ അവിടെ നിന്ന് വന്ന് അതിവൈകാരികത കാണിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഞങ്ങളെയൊക്കെ വിമർശിച്ചു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ അമിതമായ ന്യായീകരണത്തിനൊന്നും വരുന്നില്ല. പക്ഷേ ആദ്യ ദിവസങ്ങളിലെ ഉദാസീനത, ഇരകളിലുണ്ടാക്കിയ വൈകാരികമായ വിഷമത്തിന് ഒന്നും പരിഹാരമാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അത് മലയിടിച്ചിലുണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് പോലും നടപ്പാതകളിലൂടെ കടന്നുപോയി എത്തി കല്ല് നീക്കേണ്ടുന്ന, മണ്ണ് മാറ്റേണ്ടുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു ദേശീയ പാതയിലാണ് ഇത് അപകടമുണ്ടായത്. ഈ പറയുന്ന മഹായന്ത്രങ്ങളൊക്കെ, വലിയ ഭീമൻ യന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ വളരെ മുമ്പേ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ആ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യത്തെ ദിവസങ്ങളിൽ പാളിച്ച പറ്റി എന്നത് അക്ഷന്തവ്യം തന്നെയാണ്. അതിന് ഒരു കാരണവശാലും മറ്റെന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ശരിയാവുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ വലിയ ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് കൂടുതൽ ആളുകൾ വലിയ തോതിൽ ഇവിടേക്ക്, ഈ വിജനമായൊരു മേഖലയാണ്, വലിയ തോതിൽ വീടുകളൊന്നുമില്ല, വളരെ ജനസാന്ദ്രത കുറഞ്ഞ മേഖലയാണ്. ഇവിടേക്ക് വലിയ തോതിൽ വരുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നാട്ടുകാർ ഈ വരുന്ന ആളുകളെ മുഴുവൻ കാണാനായി വന്ന് ഇരിക്കുന്നു. എന്താണ് ഇവരൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്ന വിധത്തിൽ ഇവിടുത്തെ നാട്ടുകാർ പോലും വരുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത വീടുകളുള്ള പ്രദേശം പുഴയ്ക്ക് അക്കരെയാണ്. അവിടെ നിന്ന് പക്ഷേ അവിടെ വീടുകളുടെ അടിത്തറയടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം അങ്ങോട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് എന്തൊക്കെ, ആരൊക്കെ എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് പോലും ആദ്യ ദിവസങ്ങളിൽ നടന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അക്കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഇനി വരുമ്പോൾ പ്രകൃതിയുമായുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യന്റെ പരിമിതികളും നിസ്സാരതയും ഒക്കെ അനുനിമിഷം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുരന്തം കടന്നു പോകുന്നത്. വരും കാലങ്ങളിൽ ദുരന്തമുഖത്ത് ഒറ്റ കാര്യം നമുക്ക് മറക്കാവതല്ല. കാരണം വൈകാരികതയും യുക്തിയും സമാസമം തന്നെ വേണം. അല്ലെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യം ഇത്തരം ദുരന്തമുഖങ്ങളിൽ എന്നുകൂടി തീർച്ചയായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടങ്ങളിലെ ഉദാസീനതയ്ക്ക്, ആദ്യഘട്ടങ്ങളിലെ പാഴാക്കി കളഞ്ഞ ആ സുവർണ മണിക്കൂറുകൾക്ക് ഇതൊന്നും പരിഹാരമാവില്ല. തീർച്ചയായും വ്യക്തമാണ്. ഈ വൈകാരികത എന്നുള്ളത് ശാസ്ത്ര യുക്തിയെ പകരം വയ്ക്കുന്ന ഒന്നല്ല. പക്ഷേ ചില അനിതര സാധാരണമായ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് സ്വാഭാവികമായും വികാരമുണ്ടാവും. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ഒരു തരത്തിലും അവിടെ രക്ഷയില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ വൈകാരികത ഈ വിഷയത്തിനകത്തുണ്ട്. അതിനപ്പുറത്ത് അത് രക്ഷാപ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ കാരണങ്ങളൊന്നുമില്ല. കാരണം അത്യാധുനിക ഉപകരണങ്ങളും മറ്റുമൊക്കെ വന്ന് ഈ തരത്തിലുള്ള സമീപനം ഉണ്ടാവുന്നത് ഈ ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടതാണ്.